Hello friends, welcome to today's video. In this video, we will discuss some problems related to current division and voltage division. Let's start with the first question. Calculate I0 and V0 in the circuit shown in figure. Calculate the power dissipated in the 3 ohm resistor. Right. So let's start. I0 V0 voltage across 3 ohm resistor and current through this branch ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡിഫറെൻറ്റ് അപ്രോച്ചസിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്തിട്ട് ഈ വോൾട്ടേജിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ രണ്ട് റെസിസ്റ്റേഴ്സും പാരലൽ ആയതുകൊണ്ട് അതിൻ്റെ ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസിലോട്ട് ഞാൻ ഫസ്റ്റ് കൺവേർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 6 ohm is in parallel with 3 ohm. Which is equal to 2 ohm, right? So if I redraw the circuit, 4 ohm, here it is 2 ohm. I am replacing it as 2 ohm, right? And voltage across 3 ohm means voltage across ഈ ഒരു നോഡ്, ഈ രണ്ട് നോഡ് പോയിൻറ്റിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ് മെയിൻ ചെയ്യുന്നത്. ഈ സർക്യൂട്ടിനെ നമ്മൾ ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്താലും ഈ നോഡ് റിമൈൻസ് സെയിം ആസ് ഇറ്റ് ഈസ്. സോ ഈ എലമെൻറ്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വിൽ ബി സെയിം ആസ് വോൾട്ടേജ് അക്രോസ് 3 ohm റെസിസ്റ്റേഴ്സ്. ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും 3 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജും സെയിം ആയിരിക്കും. ബിക്കോസ് ഈ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് സെയിം നോഡ് പോയിൻറ്റിന് അക്രോസ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്യാം. KVL എല്ലാം അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റായിട്ട് സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ ചെയ്യാം. ദാറ്റ് ഈസ് V0 is equal to 12 ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ്. ഏത് ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ total resistance 4 plus 2 which is equal to 4 volt. V0 ൻ്റെ വാല്യൂ 4 വോൾട്ട് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഈ പർട്ടിക്കുലർ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള കറൻറ്റ് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാം. I0 is equal to V0 by R. V0 is equal to 4, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 3, 4/3 ആംപെയർ. അല്ലെങ്കിൽ സെയിം വേ നമുക്ക് കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്തിട്ടും ഈ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിനായിട്ട് ഫസ്റ്റ് ബിഫോർ കാൽക്കുലേറ്റിംഗ് V0 just calculate the value of I first. I is equal to 12 divided by 4 plus 2 which is equal to 2 ആംപെയർ. ടോട്ടൽ കറൻറ്റ് 2 ആംപെയർ ആണ്. ഇവിടെ I is equal to 2 ആംപെയർ ആണ്. I0 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ കറൻറ്റ് 2 ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി അതർ ബ്രാഞ്ച് 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 9. or we can say 4/3 ആംപെയർ. സെയിം കറണ്ട് തന്നെയാണ് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്താലും കിട്ടുക. എക്സാമിന് ബെസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും, റൈറ്റ്? ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ 3 ohm. ഈ 3 ohമിന് അക്രോസ് ഉള്ള പവർ V0 into I0 use ചെയ്യാം. V0 is how much? 4 volt. And what is I0? 4/3 which is equal to 5.33 watts, right? ഈ ഫോർമുല അല്ലെങ്കിൽ I0 സ്ക്വയർ ഇൻറ്റു R എന്ന ഫോർമുലയോ V0 സ്ക്വയർ ബൈ R ഫോർമുല യൂസ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. ലെറ്റ്സ് സീ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
In the second question, we need to find V1 and V2 in the circuit shown in figure. Also calculate I1 and I2 and the power dissipated in the 12 ohm and 40 ohm resistors. This question, 12 ohm resistance in across the voltage, resistance pass the current into value and power dissipated across 12 ohm, and same three quantities for 40 ohm resistor also we need to calculate. Let's start. First starting in a mumba dana nodes in a name cheyana A, B, C. Okay. A, B ke across illa two resistance parallel connect cheyidirikkannathu. So A, B enna node in across illa resistance the equivalent resistor value calculate cheyanengil 12 ohm is in parallel with 6 ohm, that is 12 into 6 divided by 12 plus 6, that is into 6 divided by 18, 4 ohm, right? Same way B and C across illa equivalent resistance calculate cheyanengil 10 ohm is in parallel with 40 ohm, that is 10 plus 40 is 58 ohms. So I am going to redraw this figure as plus or minus 15 volt. This is A, node A, and this is node B. Across node A and B, the equivalent resistance value is nothing but 4 ohm. And across B and C, the value of equivalent resistance is 8 ohm. So, if we apply voltage division for this loop, let this be our V1, this be our V2. V1 in the voltage 12 ohm in across the voltage aana, adayathu ee case A and B in the node in across the voltage aana V1. Ee case node B and C across the voltage aana V2. Ee loop voltage division apply cheyanengil single step il thanne namukku V1 indeyum V2 indeyum value direct aayittu calculate cheyan pattum. V1 is equal to total voltage V into resistance across this particular branch divided by total resistance 4 plus 8, that is 15 into 4 divided by 12, 5 volt, right? V2 equal to 15 into 8 divided by 4 plus 8, resistance across this particular branch divided by total resistance, which is equal to 10 volt. This value calculate cheyade thanne namukku 10 volt aanu idennu parayan pattum. Engane KVL apply cheyanengil ഈ 15 volt ആണ് ഈ രണ്ട് റെസിസ്റ്ററിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ വാല്യൂ 5 volt കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് വാല്യൂ ഷുഡ് ബി 10 volt. ഇവിടെ 5 volt കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് ടോട്ടൽ സോഴ്സ് വോൾട്ടേജിന് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട്, ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് I1 and I2. I1 calculate cheyanayittu directly apply Ohm's law. We know the value of V1 and R. So V1 divided by R, which is equal to 5 divided by 12, and the value will be approximately 416.7 milliampere. Okay, and for I2 is equal to V2 divided by R, that is V2 is 10 volt and R is 40, 1 by 4 or 0.2
25 volt, or we can say 250 millivolt, right? So the second part is also over. Next we need to calculate power dissipated in the 12 and 40 ohm resistor. This current in the value I1 and I2 നമുക്ക് current division apply ചെയ്തും ചെയ്യാം, but ഈ കേസിൽ current division apply ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് complicated ആയിരിക്കും. So the best method is Ohm's law, right? And power calculate ചെയ്യാനായിട്ട് നമുക്ക് direct formula അറിയാം. P1 is equal to V1 into I1. V1 is how much? 5 volt. What is I1? 416.7 into 10 power minus 3, which is equal to 2.083 watts. Okay. And what is P2? P2 is equal to V2 into I2. V2 into I2. What is V2? 10. And what is I2? 250 or 0.25 volt, that is 2.5 watts. So our third part is also finished, right? I hope this part is clear to you. Now let's see the third question. For the circuit shown in figure, determine V0, power supplied by the source and power absorbed by each resistor. Okay. V0 calculate cheyanam, power supplied by the source calculate cheyanam, power absorbed by each resistor calculate cheyanam. First നമുക്ക് എങ്ങനെയാണ് V0 കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മുമ്പ് സോൾവ് ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും വോൾട്ടേജ് ഡിവിഷൻ ആയിരുന്നു നമുക്ക് മോർ കംഫർട്ടബിൾ. ബട്ട് ഇൻ ദിസ് പ്രോബ്ലം ഒരു കറണ്ട് സോഴ്സ് ആണ്. പ്രീവിയസ് കേസിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കേസിൽ current division ആണ് more comfortable. That is, let this value be the total current I, which is nothing but 30 milliampere. And I am assume the current through this branch 9 kilo ohm is I1 and through this branch be I2. 6 kilo ohm and 12 kilo ohm resistance il kode same value of current aanu flow cheyyunnathu. But ee I2 enna value allengil I1 enna value kandupidikkanamengil ee rendu resistance indeyum equivalent resistance nammal kandupidikkanam. Ee equivalent resistance ilotte convert idine shesham maatrana namukku current division apply cheyan pattullu. So I am redrawing this circuit as 30 milliampere. This is 9 kilo ohm and this value will be 6 plus 12 which is equal to 18 kilo ohm. So this will be I1, this will be I2, and this is our total current I. And now I am going to apply current division. By current division, I1 is equal to total current I into resistance of the other branch 18 kilo ohm divided by sum of two resistance 18 plus 9 kilo ohm, right? That is 30 milliampere into 18 kilo ohm divided by 27 kilo ohm. Kilo cancelled. 10, 9, 2. 20 milliampere. I1 is equal to 20 milliampere. I2 without any calculation we can say by KCL I2 is equal to I minus I1, total current minus current through the other branch, that is
30 minus 20, that is equal to 10 milliampere. Current division എടുത്ത ലെക്ചറിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഹൈ ആണെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറൻറ്റിൻ്റെ വാല്യൂ മിനിമം ആയിരിക്കും. ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മിനിമം ആയതുകൊണ്ട് കറൻറ്റിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി ദിസ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഓക്കെ, സോ our question is to calculate V0. So V0 is equal to I1 into, by Ohm's law, I1 into resistance of this branch, that is I1 is equal to 20 into 10 power minus 3 multiplied by 9 kilo ohm, 10 power 3. Both powers cancelled each other. 180 volt, right? ഇവിടെ നമുക്ക് V0 180 വോൾട്ട് എന്ന് കിട്ടി. ഈ V0 എന്ന് പറയുന്നത് ഈ നോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അതായത് 18 കിലോ ഓമിന് അക്രോസും 9 കിലോ ഓമിന് അക്രോസുള്ള വോൾട്ടേജിൻ്റെ വാല്യൂ സെയിം തന്നെയാണ്, V0 തന്നെയാണ്. ഓക്കെ, then in next question we need to calculate power supplied by the source. Power supplied by the source, this is our A part, and in B part power supplied by the source, which is equal to V into I. V into I. V is how much? V0 എന്ന് പറയുന്നത് 9 കിലോ ഓമിന് അക്രോസ് ഉള്ള വാല്യൂ തന്നെയാണ്. അതുപോലെ തന്നെ ഈ കറണ്ട് സോഴ്സും സെയിം നോഡിന് അക്രോസ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വോൾട്ടേജ്, അതായത് കറണ്ട് സോഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജും 180 വോൾട്ട് തന്നെയാണ്. ആൻഡ് ദ വാല്യൂ ഓഫ് I ഈസ് ഈക്വൽ ടു 30 into 10 power minus 3, which is equal to 5.4 watts. Okay, and next question is power absorbed by each resistor. In third part, power absorbed by each resistor, first let's calculate for 9 kilo ohm. For 9 kilo ohm, which is V0 into I1. V0 into I1. V0 is how much? 180 volt. I1 is how much? 20 milliampere. 20 milliampere, that is 3.6 watts. 3.6 watts. Okay, now let's calculate power absorbed by the 6 kilo ohm resistor. V0 into I. So here we can't say it is V0 because V0 is distributed among 6 kilo ohm and 10 kilo ohm. ഈ കേസിൽ V0 9 കിലോ ഓമിൻ്റെ കേസിൽ V0 എടുക്കാൻ കാരണം 9 കിലോ ഓം എന്ന റെസിസ്റ്റർ എ ആൻഡ് ബി എന്ന നോഡിന് അക്രോസ് ആണ് ഫുള്ളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ 6 കിലോ ഓം 12 കിലോ ഓം സീരീസ് ആണ്. V0 എന്ന വാല്യൂ ഈ രണ്ട് റെസിസ്റ്ററിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ പർട്ടിക്കുലർ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ either we have to apply voltage division or KVL. ആ സ്റ്റെപ്പ് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് V0 ഇൻറ്റു I എന്ന ഫോർമുലയ്ക്ക് പകരം ഞാൻ I square R. We know the value of I and we know the value of resistance R. So I2 square into R, which is equal to, what is the value of I2? 10 milliampere square into R. Resistance equal to 6 kilo ohm. 6 into 10 power 3, and the value will be
0.6 watts. 0.6 watts. Same way, the power dissipated across 12 kilo ohm resistor is I2 square. Same value of current is passing through 12 kilo ohm resistor also. 10 into 10 power minus 3 whole square into 12 into 10 power 3, that is equal to 1.2 watts, right? നമ്മൾ പവർ എടുത്ത് പവറിൻ്റെ സെക്ഷനിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് പവർ പറഞ്ഞിരുന്നു. അതായത് സപ്ലൈഡ് പവർ ഷുഡ് ബി ഈക്വൽ ടു അബ്സോർബ്ഡ് പവർ. നമ്മളുടെ കിട്ടിയ വാല്യൂ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മെത്തേഡും അപ്ലൈ ചെയ്യാം. ഇവിടെ 3.6 പ്ലസ് 0.6 പ്ലസ് 1.2 നമുക്ക് 5.4 ആണ്. ഈ 3 വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് 5.4 ആണ്. അതായത് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് പവർ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ ഐ ഹോപ്പ് ദിസ് പാർട്ട് ഈസ് ക്ലിയർ ടു യു. So let's see with another lecture in the next video. Thank you.